ഹലോ ഗായ്സ്, രമ്യാസ് ഫുഡ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പണ്ട് വീട്ടിലുണ്ടാക്കുന്ന കറിയാണേ. അതായത് എൻ്റെ അപ്പന് ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഞായറാഴ്ച ഉണ്ടാക്കുന്ന കറിയാണ്. മാങ്ങാച്ചാറും നമ്മുടെ ബീഫ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയിൽ 2-3 പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് മാങ്ങ നല്ലോണം വേവിച്ചെടുക്കണം. മാങ്ങയിലോട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങയും കുറച്ച് 2-3 വെളുത്തുള്ളിയും ഈ പറഞ്ഞ പോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ അരച്ച് നല്ലോണം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അരച്ചതും ഇട്ട് കൊടുത്തതിന് ശേഷം വരരുത്, ഒന്ന് തിള പൊട്ടണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളപ്പിക്കരുത് കേട്ടോ, ഒന്ന് ചൂടായാൽ മതി. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിള വന്നപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് അതിലോട്ട് ഒരു പാൻ വെച്ച് കുറച്ച് കൊച്ചുള്ളിയും 2-3 വറ്റൽമുളകും അത് മൂത്ത് ഒന്ന് ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് 2 കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് നമുക്ക് തേങ്ങാച്ചാറിലിട്ട് കൊടുത്താൽ നമ്മുടെ മാങ്ങാച്ചാറ് റെഡിയായിട്ടാണ്. കൊച്ചിയിൽ ഇതിനെ തേങ്ങാച്ചാറെന്നാണ് പറയുന്നത്, മാങ്ങ. അപ്പോൾ അത് റെഡിയാക്കി. കളറ് കണ്ട നല്ല രസമുണ്ട്, ട്രൈ ചെയ്യണേ എല്ലാവരും. ഇനി അടുത്തത് നമുക്ക് ബീഫ് റോസ്റ്റിലോട്ട് കിടക്കാം. അപ്പോൾ 1 കിലോ ബീഫ് നല്ലോണം വെള്ളത്തിൽ ഇട്ട് 5-8 പ്രാവശ്യം കഴുകി ഊറ്റിയെടുക്കണം. ഊറ്റി ഒരു സ്ട്രെയിനറിൽ മാറ്റി വെക്കണം. വെള്ളം പോകണം കേട്ടോ നല്ലോണം. അതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 1/4 ടീസ്പൂണോളം ഇറച്ചി മസാലയും ഞാൻ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഇറച്ചി മസാലയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്ത് നല്ലോണം തിരുമണം. കൈ വെച്ച് നല്ലോണം തിരുമ്മി ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം കേട്ടോ. നല്ലോണം ശരിക്കും തിരുമ്മി കൂട്ടി ഒരു മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്ക് ബീഫ്, വെള്ളം ഞാൻ വെക്കൂല, അതിനകത്ത് വെള്ളം ഉണ്ടാവും ഇഷ്ടം പോലെ. ഇതിപ്പോൾ നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ കാണാൻ കണ്ടോ, ഒരു തരി വെള്ളം വെച്ചിട്ടില്ല, എന്നാലും വെള്ളം നല്ലോണം ഉണ്ടാവും. അപ്പോൾ നല്ലോണം ഇറച്ചിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഒപ്പം തന്നെ ഒരു വലിയ 2 സവാളയും ഒരു 5-6 കൊച്ചുള്ളിയും 2-3 പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും നല്ലോണം ഇട്ട് നല്ലോണം വാടണം കേട്ടോ. നല്ലോണം വഴറ്റി ഒരു പിങ്ക് കളറാകുമ്പോഴത്തേക്കും വാടി ഒരു ഗോൾഡൻ ബ്രൗൺ ആകണ്ട, അതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറച്ചി വേവിച്ച് വെച്ചേക്കണം ഇറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ബാക്കി ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം നമുക്ക് കഴിഞ്ഞ് എടുക്കാം കേട്ടോ. നമുക്ക് ചൂട് ചോറും പിന്നെ നമ്മുടെ ബീഫ് ഫ്രൈയും കുറച്ച് സാലഡ് വെച്ചിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് പരുവത്തില്ല, ഞാൻ അങ്ങോട്ട് ഡ്രൈ ഫ്രൈ ആക്കിയില്ല, ഒരു ഗ്രേവി ടൈപ്പായിട്ടാണ് എടുത്തേക്കണത്. പിന്നെ നമ്മുടെ മാങ്ങാച്ചാറും ഒഴിച്ചിട്ട് നമുക്ക് ഉച്ചയൂണ് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളെപ്പോലത്തെ ചെറിയ യൂട്യൂബർമാർക്ക് തന്നോട്ടാ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലവ് യു.